എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ബിഗിനേഴ്സിനെല്ലാം പറ്റിയ തേങ്ങ അരക്കാത്ത പെട്ടെന്ന് ഒരു കറിയും ഇല്ലാത്ത നേരം അത് ചോറ്, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൊറോട്ട എന്തിനും പറ്റിയൊരു തക്കാളി മുളക് കൃഷി അടിപൊളിയായിട്ടുണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് പുളിയൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് അത്രയും സാധനങ്ങളെ കാര്യമായിട്ട് വേണ്ടു. അപ്പം അതിനായിട്ട് ഒരു തക്കാളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചതക്കണ്ട കേട്ടോ, ചതച്ചാൽ മണം മാറിപ്പോവും. പിന്നെ ഒരു പച്ചമുളക് അതും പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി പച്ചമുളക് വേണമെങ്കിൽ 1-2 എക്സ്ട്രാ ചേർക്കാം കേട്ടോ, എരിവ് നല്ലോണം വേണമെങ്കിൽ. പിന്നെ ഒരു 2 കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും, ഇത്രയും സാധനങ്ങളെ വേണ്ടു. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി അതല്ല ഇളക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് മഷി പോലെ ആയി വരും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെള്ളം എല്ലാം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാ നോക്കാം, റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി ഈ ഇതിൻ്റെ എല്ലാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം പച്ചമണം പോകുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം അതിരുന്നങ്ങ് വറ്റി തീരുമ്പോൾ നമുക്ക് ഇനിയിപ്പം ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി പിന്നെയും കുറച്ചും കൂടി വെള്ളം വരും. അപ്പോൾ ആ വെള്ളം കൂടി വറ്റി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് നല്ല എരിവുള്ളതാണ്. മുളക് കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് കപ്പക്കെല്ലാം പറ്റിയ കറിയായത് കേട്ടോ. ഇതിൽ ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് ആ ഒരു ടേസ്റ്റെല്ലാം നല്ല ഒന്ന് ക്രമീകരിച്ച് വരാൻ വേണ്ടി വെക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില വളരെ കുറച്ച് മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷെ ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ചേർത്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ, ഇനി ഇത് റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.